ഖത്തറിൽ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹമദ് പോർട്ട് വിസിറ്റേഴ്സ് സെന്റർ. 3 നിലകളുള്ള ഈ ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മ്യൂസിയമാണ്. ഇതിന് ദോ എന്നാണ് പറയുക. ഇതിൽ 5 തരം വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഞാൻ ഈ ഇരിക്കുന്നത് ഒരു ക്രെയിൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഗെയിം പോലെയാണ്. നമ്മൾ ഈ കണ്ടെയ്നർ കറക്റ്റ് വെച്ചാൽ നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഗെയിം ഔട്ടായി. ഇവിടെ ഇത് കൂടാതെ ലക്ഷറി ക്രൂയിസിന്റെ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തേക്ക് ചെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നതെന്ന്. ഇതൊക്കെ കണ്ട് ഇനി ബേസ്മെന്റിലേക്കാണ് നമ്മുടെ യാത്ര. ബേസ്മെന്റിൽ അക്വേറിയമാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദുബായിൽ ഇതിന്റെ 10 മടങ്ങ് വലിപ്പമുള്ള അക്വേറിയം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മോഡൽ ഖത്തറിൽ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഭയങ്കര നിശബ്ദതയായിരുന്നു. വിസിറ്റേഴ്സ് കുറവായതുകൊണ്ട് അങ്ങനെ തോന്നിയതാണോന്നും എനിക്കറിയില്ല. 50 റിയാൽ ചാർജ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ആള് വരാത്തത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ 50 റിയാലിനുള്ള മുതലുണ്ട്. കുട്ടികൾക്ക് 30ഉം 5 വയസ്സിന് താഴെ ഇവർ ഫ്രീയുമാണ് കൊടുക്കുന്നത്. ഒരു കടലിന്റെ അടിയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഇവർ ചില ഭാഗങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ അക്വേറിയം ഒക്കെ ഒരു ദിവസം കഴിയുമ്പോഴേ മോശമാവും. ഇതൊക്കെ എങ്ങനെ ഇവർ ക്ലീൻ ചെയ്യുന്നെന്നായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കാണാത്ത മീനുകളും ഉണ്ട് കേട്ടോ. കടലിന്റെ അടിത്തട്ടിലുള്ള മീനുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഇവിടെ വന്നാൽ കുറേ സമയം നമുക്ക് റിലാക്സ് ചെയ്ത് നിൽക്കാം. ഇതിനൊക്കെ എപ്പോഴായിരിക്കും തിന്നാൻ കൊടുക്കുക, ഇതൊക്കെ എന്തായിരിക്കും തിന്നുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കുറേ സമയം നിന്നു. നാച്ചുറൽ ഹാബിറ്റാറ്റിലുള്ള അക്വേറിയമും ഇവിടെ ഉണ്ട്. ഖത്തറിന്റെ ബീച്ച് സൈഡിലൊക്കെ കാണുന്ന പോലെയാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എൻ്റെ പ്രധാന അട്രാക്ഷൻ ഈ ജെല്ലി ഫിഷിലേക്കായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷുകളെ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സൃഷ്ടികൾ എന്ത് അത്ഭുതമാണെന്ന് തോന്നിപ്പോവും. ഒരു ട്രാൻസ്പെറന്റ് പോലെയാണ്, നമുക്കതിൻ്റെ ഉള്ളിലൂടെ കാണാം. ഇതിൻ്റെ ഹാർട്ട് എവിടെ, കണ്ണെവിടെ, എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. ഇതൊക്കെ കണ്ടു പോകുമ്പോൾ വേറൊരു അക്വേറിയം ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ചെറിയ മീനുകളെയാണ് അവരിട്ടിരിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അറബിയാണത്. വിസിറ്റേഴ്സ് വേറെ 2 പേരേ ഉള്ളായിരുന്നു എന്നെ കൂടാതെ. അങ്ങനെ ബേസ്മെന്റിൽ അക്വേറിയം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങി. 1ാം നിലയിൽ 4D അകത്തേക്ക് നോക്കിയാൽ മലയാളികൾക്ക് ഖത്തർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും. അങ്ങനെ 1ാം നിലയിൽ പോയി ഹമദ് പോർട്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ള ഒരു 4D എക്സ്പീരിയൻസ് കണ്ടു. ഞാൻ വിചാരിച്ചതിലും വളരെ അടിപൊളിയായിരുന്നു ഈ ഷോ. ക്യാമറയിൽ കാണുന്ന പോലല്ല, കണ്ണാടി വെച്ചാൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ തെറിക്കും നമ്മുടെ മുഖത്തൊക്കെ. ഇതൊക്കെ കണ്ടിറങ്ങി അവിടെ തന്നെ ഖത്തറിന്റെ സ്വന്തം ടീ ടൈം ഉണ്ട്. ഒരു ചായയും കുടിച്ച് ഞാൻ യാത്ര പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ